കാരണം ഉണ്ടാക്കി ഡെയിലി എന്നെ വിളിക്കണമെന്നില്ല. എനിക്കറിയാം, വൈകുന്നേരം ആവുമ്പോഴേക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്തോളാം. പോരെ? നാശം. മുത്തശ്ശി ഓർത്തിട്ടാ, അല്ലെങ്കിൽ പണ്ടേ ഇട്ടെറിഞ്ഞ് എവിടേക്കെങ്കിലും പോയേനെ. ഇനി പൈസക്ക് എന്ത് ചെയ്യും? ഓ, പരട്ടത്തള്ള. സ്വർഗസ്ഥനായ എന്റെ അച്ഛാ, അമ്മയും കൂട്ടി മുകളിലേക്ക് പോയപ്പോ ചുമ്മാതങ്ങ് പോയാ പോരായിരുന്നോ? എന്നെ മുത്തശ്ശിയും ആ താടകമ്മായിയുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ട വലിയ കാര്യം ഉണ്ടായിരുന്നോ? അവനാണെങ്കിൽ തറവാട് എഴുതി വാങ്ങിച്ച എന്നെ ചവിട്ടി പുറത്താക്കും. മുത്തശ്ശിയെ വല്ലയിടത്തും കൊണ്ടുപോയി തള്ളുകയും ചെയ്യും. കലികാലം. കണ്ടിട്ടെന്ത് തോന്നുന്നു? നിനക്കെന്റെ മുഖത്ത് കണ്ണ് കാണുന്നുണ്ടോ? നീ എന്താ എന്നെ കളിയാക്കാണോ? കണ്ടാ തന്നെ അറിയാം ഏതോ ലോക്കൽ പാർട്ടിയാ. സോറി പറഞ്ഞിട്ട് പോയാ മതി. മനസ്സില്ല, എന്നെ വന്നിടിച്ചിട്ടിട്ട് ഞാൻ സോറി പറയാനോ? അതിന് വെച്ച വെള്ളം പൊന്നുമോള് വാങ്ങി വെച്ചേ. അതങ്ങ് വീട്ടിൽ പോയി വിളിച്ചോ. വല്ലാതെ വെളിച്ചെടുക്കാൻ വന്നാ ആണുങ്ങളുടെ കൈയിന്റെ ചൂടറിയേണ്ടി വരും. എന്നാ അതൊന്ന് കാണണല്ലോ. നീ അടിക്കോ? എന്നാ അടിക്കടാ, അടിക്ക്. ഇനി ഞാൻ പൊക്കോട്ടെ? അല്ല പിന്നെ. ഓ, വന്നോ? മുഖം കണ്ടാൽ അറിയാം ഇന്നും കോൾ വന്നു. ഉള്ള മൂഡ് മൊത്തം സ്പോയിലായല്ലേ? അതിനെ കൊണ്ട് വല്ലാത്ത ശല്യടാ. ഇങ്ങനെ പോയാ ഞാൻ ആ തള്ളയെ മിക്കവാറും കൊല്ലും. അതിനേക്കാ ഭേദം അവര് പറയുന്ന പേപ്പേഴ്സിൽ സൈൻ ചെയ്ത് കൊടുക്കുന്നതല്ലേടാ. മുത്തശ്ശി സമ്മതിച്ച ഈ നിമിഷം ഞാൻ അത് ചെയ്യും. എല്ലാം അങ്ങ് ഒപ്പിട്ട് കൊടുത്താ അവര് കൊല്ലാനും മടിക്കില്ല എന്നാ മുത്തശ്ശി പറയുന്നേ. കോളേജിൽ പോണം, പോയി റെഡിയാവും. നിന്നെ ഇന്ന് കൂടെ കൊണ്ടുവരാന്ന് ഞാൻ പ്രൊഫസർക്ക് വാക്ക് കൊടുത്തുപോയി. ഞാനെങ്ങനെ വരാനാ? ക്യാഷ് റെഡിയാക്കണം. ക്ലാസ്സിൽ വന്നാ ജോലിക്ക് എങ്ങനെ പോകും? അതിനും ഞാനൊരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ട്. നീ ഇപ്പോ ചെയ്യുന്ന പോലത്തെ ചെറിയ ജോലികൾ ചെയ്തുകൊണ്ടിരുന്ന ക്യാഷ് ഉണ്ടാക്കാൻ പറ്റില്ല. അതിന് നല്ലൊരു ജോലിയാ വേണ്ടത്. ശ്രമിക്കാഞ്ഞിട്ടാണോടാ? ഒന്നും ശരിയാവാഞ്ഞിട്ടല്ലേ? അതിനും എന്റെ കയ്യിൽ വഴിയുണ്ട്. നീ റെഡിയായി വാ, നമുക്കൊരാളെ മീറ്റ് ചെയ്യാനുണ്ട്. താങ്ക്സ് ഡാ. ചെന്ന് റെഡിയാവടാ. അവനെ എന്റെ മുന്നിൽ ഒരിക്കൽ കൂടി കിട്ടിയോ? എന്താടി ഇന്നും കളിപ്പാണോ? ഈ സ്ഥായി ഭാവം മാറ്റി നീ എന്നാ ഒന്ന് ചിരിക്ക? പറഞ്ഞ കാര്യം നടന്നോ ഇല്ലേ? നീ അത് പറഞ്ഞാ മതി. വെറുതെ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കണ്ട. നിന്റെ ഈ ജാട ഞാനായോണ്ട് കണ്ടു നിൽക്കുന്നു. വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ എപ്പോ ഒന്ന് പൊട്ടിച്ചു എന്ന് ചോദിച്ചാ മതി. അവനെന്റെ കൈ കിട്ടും. അന്നവന്റെ അന്ത്യ നീ നോക്കിക്കോ. ബെസ്റ്റ്. അപ്പോ എവിടുന്നോ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. ഈശ്വരാ, ആരാണ് ഹതഭാഗ്യം? ഇനി നീ ഏതവനായാലും ഒരിക്കൽ കൂടെ അവളുടെ മുന്നിൽ വന്ന് പെടാണ്ടിരിക്കട്ടെ. ഡീൻ, നിങ്ങൾ കുറച്ച് ലേറ്റായി. സാരല്ല, ആട്ടെ. ആളെവിടെ? ദേ, ഇതെന്നെ കക്ഷി. എന്റെ സ്വന്തം ആളാ. നീ ഒരാളെ വേണമെന്ന് പറഞ്ഞപ്പോ ഇവനെ ആദ്യം മനസ്സിലേക്ക് വന്നത്. അതുകൊണ്ട് കോളേജിൽ പോകുന്ന വഴി നേരെ ഇങ്ങ് കൊണ്ടുപോകുന്നു. ലുക്സ് അടിപൊളിയാ, ഫിഗർ പെർഫെക്റ്റ്. തനിക്ക് ജോലി തരാം, ബട്ട്
അത് പോവാതെ നോക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്ത. അതെന്താ അങ്ങനെ? എന്താ ജോലി? എനിക്കൊരു ഷോർട്ട് ടെമ്പർ ഫ്രണ്ട് ഉണ്ട്. ആളൊരു ഡിസൈനർ, മോഡൽ, അങ്ങനെ ഫാഷൻ ഇൻഡസ്ട്രിയിലെ തന്നെ ഓൾറൗണ്ടറാ. 1 വീക്ക് കഴിഞ്ഞ ഒരു ഇമ്പോർട്ടന്റ് ഇവന്റ് ഉണ്ട്. അതിനൊരു മെയിൽ മോഡലിനെ വേണം. ഷോർട്ട് ടെമ്പർഡ് ആണെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് ഉണ്ടായിരുന്ന മെയിൽ മോഡൽ പിണങ്ങിപ്പോയി. ഓക്കെ, ഞാൻ ചെയ്യാം. പിന്നൊരു കാര്യം, എനിക്ക് മോഡലിംഗ് ഒന്നും ചെയ്ത് എക്സ്പീരിയൻസ് ഇല്ല. ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. നിന്നെ ടീച്ച് ചെയ്യാൻ ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ഉണ്ട്. നീ അവളെ ദേഷ്യം പിടിപ്പിക്കാതിരുന്നാൽ മാത്രം മതി. എന്നോട് നല്ല നിലയ്ക്ക് നിന്നാൽ ഞാനും തിരിച്ച് അതുപോലെ തന്നെ നിൽക്കും. മറിച്ചാണെങ്കിൽ ഐ ആം സോറി. ഡാ, ഇവനൊരു തലവേദനയാവോ? എടാ, നീ പറഞ്ഞ ഷോർട്ട് ടെമ്പറിന്റെ ഉസ്താദാ പോയത്. ഓ, അടിപൊളി. രണ്ടും കൂടെ കമ്പനി കത്തിക്കാണ്ടിരുന്നാ മതി. Good morning, ma'am. മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് മാം. മെർലിൻ, ആ ന്യൂ മോഡൽ എത്തിയോ? യെസ് മാം. ഡെയിൻ സാറിന്റെ കൂടെയാ വന്നത്. ആൻഡ് ദേ സ്റ്റാർട്ടഡ് ഷൂട്ടിംഗ്. ഓക്കെ, ലെറ്റ്സ് ഗോ ദെൻ. ആൻഡ് ഹൗസ് ഹി? പെർഫെക്റ്റ് മാം. പെർഫെക്റ്റ് ഫോർ ദ കോൺസെപ്റ്റ്. ബട്ട് മാം, ഒന്ന് കാണുക കൂടെ ചെയ്യാതെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യേണ്ടിയിരുന്നില്ല. അതിന്റെ ആവശ്യമില്ലടോ. അവൻ എന്ത് സെലക്ട് ചെയ്താലും പെർഫെക്റ്റ് ആയിരിക്കും. ഐ ആം ഷുവർ അബൌട്ട് ദാറ്റ്. വന്നോ? ദോ, അതാണ് ആള്. ഇവനെ കൊണ്ടൊന്നും പറ്റില്ല, പറഞ്ഞു വിട്ടേക്ക്. ആളെ കണ്ട പടെ നീ അതങ്ങ് ഉറപ്പിച്ചോ? കിട്ടിയ ഷോട്ട്സ് ഒക്കെ അടിപൊളിയാ. അതൊന്നും എനിക്കറിയണ്ട. എനിക്ക് ഇവനെ ഇഷ്ടമായില്ല. അതിന് മേഡത്തോട് എന്നെ കല്യാണം കഴിക്കാനല്ലല്ലോ പറഞ്ഞത്. എന്റെ അമ്മേ, ആദ്യമായിട്ടാ മേഡത്തിനോട് ഒരാൾ എതിർത്ത് പറയുന്നത്. ഡെയിൻ, ഇവൻ വേണ്ട. ദാറ്റ്സ് ഫൈനൽ. കോൺട്രാക്ട് ഞാൻ സൈൻ ചെയ്ത് കഴിഞ്ഞു മാഡം. വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ എന്നെ പറഞ്ഞു വിട്ടാ ഐ ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം. ബട്ട് മാഡം, എനിക്ക് നഷ്ടപരിഹാരം തരേണ്ടി വരും. ആടാ, നിനക്ക് ഞാൻ നഷ്ടപരിഹാരം തരാം. നീ ആരാന്നാ നിന്റെ വിചാരം? ദയാ, നീ ഇങ്ങ് വന്നേ. ഇങ്ങ് വാ. എന്താടാ, നിനക്ക് വേറെ ആരെയും കിട്ടിയില്ലേ വിളിച്ചോണ്ട് വരാൻ? അതിന് നിനക്കൊന്ന് നേരത്തെ അറിയോ? അറിയാതെ പിന്നെ? എടാ, അവൾ ഒരിക്കൽ നമ്മുടെ ഷോപ്പിൽ വന്നിട്ടുണ്ട്. അതിനെ കണ്ട ആരായാലും ഒന്ന് നോക്കി നിന്നു പോവും. അത്രക്ക് സുന്ദരിയാ. പക്ഷെ സ്വഭാവം 10 പൈസക്കില്ല. നീ എന്താ പറഞ്ഞേ? ഹോട്ടാണ്, ക്യൂട്ടാണ്, തേങ്ങാക്കൊല. ഹോട്ടും ക്യൂട്ടും ആയതുകൊണ്ട് എന്ത് ഗുണം? ഊരും പേരും അറിയാത്ത വഴിയെ പോകുന്ന പെണ്ണുങ്ങളെ അടിക്കാണ് വേണ്ടത്. അവളുടെ നാക്കിന്റെ നീളം, ഒടുക്കലത്തെ ജാട, അഹങ്കാരം, അതൊക്കെ കണ്ടിട്ടാ ഒന്ന് പൊട്ടിച്ചത്. അതിലെനിക്ക് ഒരു സങ്കടവും ഇല്ല.
വേണ്ടി വന്നോ ഇനിയും കൊടുക്കും ഞാൻ. ഇനി അവൻ എന്റെ അടുത്തേക്ക് കഴിഞ്ഞിട്ട് വന്ന ആ കൈ ഞാൻ വിട്ടു. 6 പാക്ക് മൊയില് അവൻ ആരാണ് അവന്റെ വിചാരം? അവൾ ഏത് കൊമ്പത്തെ ആയാലും എനിക്ക് പുല്ല, പൂച്ചക്കണ്ണി, മസിൽ പണ്ണി, അഹങ്കാരി, അൾട്ടിമേറ്റ് അഹങ്കാരി. നീ എന്ത് വേണോ വായിക്കോ. 5 days അതേ ഇനി നിന്റെ കയ്യിലുള്ളൂ. ഇനി എനിക്ക് വയ്യ. ഹോസ്പിറ്റലിൽ നിന്ന് കോള് വരാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. ഇനി അറ്റൻഡ് ചെയ്യാതിരിക്കാൻ എനിക്ക് പറ്റില്ല. വേണമെങ്കിൽ അവനെ വെച്ച് എവന്റ് ചെയ്യും, അല്ലെങ്കിൽ ക്വിറ്റ് ചെയ്തേക്ക്. ഐ ആം ഡൺ വിത്ത് ദിസ്. ബൈ. എടാ ഡെയിൻ. ഷിറ്റ്. Okay, pack up. നീ എവിടെ പോകുന്നു? എന്റെ വീട്ടിലേക്ക്. അല്ലാതെ ഇവിടെ കിടന്നു പറഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റില്ല. ആഹാ, എന്നാ അങ്ങനെ തന്നെ വേണം. വന്നെന്നെ ഹെൽപ്പ് ചെയ്യ. നിന്റെ കോസ്റ്റ്യൂമിന്റെ പണിയാ ചെയ്യുന്നേ. സോ ഫിറ്റിംഗ് നോക്കാൻ നീ തന്നെ വേണ്ടേ? ഇവളെയൊന്ന് ഇത് മനഃപൂർവ്വം ചെയ്യുന്നതാ. പുലർച്ചെ 4 മണിക്ക് തുടങ്ങിയ ഷൂട്ടാ. എനിക്കൊന്ന് കിടന്നാ മതി. നിന്നെ ഞാൻ നല്ലോണം കിടത്തി ഉറക്കാടാ. നീ എന്നെ അടിക്കൂല്ലേ? ഇത് പിടിക്ക്. ഇതെന്താ? ഇതെന്തിനാ എനിക്ക്? പിന്നെ ഞാൻ ജോലി ചെയ്യുമ്പോ നീ വെറുതെ ഇരിക്കാനോ? നോ വേ. നല്ലോണം ക്യാഷ് തരുന്നല്ലേ, പണിയെടുക്കടാ. മുത്തശ്ശി, ആരെ വേണേലും വിളിച്ചോ. എന്റേത് ഫിനിഷ് ആവുമ്പോഴേക്ക് നിന്റെയും തീർത്താ ഒരുമിച്ച് ഇവിടുന്ന് പോവാം. അല്ലെങ്കിൽ ഓഫീസിൽ കൂടി ഞാനങ്ങ് പോവും. ഇവളുടെ ഈ അഹങ്കാരം കാണുമ്പോഴാ ഇടിച്ച് പരത്താൻ തോന്നുന്നേ. ബട്ട് കൂൾ ഡൗൺ, കൂൾ ഡൗൺ യുവ. ഇത് നിന്റെ ആവശ്യ. സോ മിണ്ടാതെ ചെയ്തോ. ഓ, നോക്കുന്നുണ്ട് അൾട്ടിമേറ്റ് അഹങ്കാരി. അമ്മോ, കേട്ടോ ആവോ? അവൻ അറിഞ്ഞോ? ഓ, വരയ്ക്കയ്യ. എന്തിനാ മേഡം ഇത്ര ദേഷ്യം? ചിരിക്കുമ്പോ നിന്നെ കാണാൻ എന്ത് ഭംഗിയെന്നറിയോ നിനക്ക്? നീയന്ന് കോഫി ഷോപ്പിൽ വന്നപ്പോ ചിരിച്ചതുപോലെ ചിരിച്ചൂടെ നിനക്ക്? ആ ചിരിയിൽ വീണതാ ഞാനന്ന്. ഫസ്റ്റ് ഇംപ്രഷൻ പൊളിയായിരുന്നെങ്കിലും സെക്കൻഡ് നീ പൊളിച്ച് കൈ തന്നു. അല്ല, ഞാനിത് ആരോടാ പറയുന്നേ? നിന്നെയൊക്കെ കിട്ടുന്നവന്റെ യോഗം. ഇനിയും വെച്ച് താമസിപ്പിക്കാതെ ഇവളെ ആരുടെയും കയ്യിൽ ഏൽപ്പിക്കണ്ടേ അച്ഛാ?
വയസ്സ് എത്ര ആയിന്നാ? എത്രയായി? ഏതായാലും മൂക്കിൽ പല്ല് മുളച്ചിട്ടൊന്നുമില്ല. ഉണ്ടോടി മോളെ? അതല്ല അച്ഛാ, നല്ല പ്രായത്തിൽ കല്യാണം നടത്തുന്നതാ നല്ലത്. ഇപ്പോഴാണെങ്കി നല്ല സമയാ. ചെറുക്കന്മാരെല്ലാം ഇവിടെ തന്നെ ഉണ്ടല്ലോ. ആ, എന്നാ പിന്നെ വൈകിക്കണ്ട ആന്റി. ചെറുക്കന്മാർ പോകുന്നതിന് മുമ്പ് നല്ല പെൺകുട്ടികളെ കണ്ടുപിടിച്ച് കല്യാണം നടത്താൻ നോക്ക്. ഗ്രാൻഡ്പാ, ഐ ആം ഡൺ. നിങ്ങൾ എന്തിനാ എഴുന്നേൽക്കുന്നേ? കുറെ നാളുകൾക്ക് ശേഷം വീട്ടിൽ വന്നതല്ലേ, വയറ് നിറച്ച് കഴിച്ചിട്ട് എഴുന്നേറ്റാ മതി. എനിക്ക് അല്പം തിരക്കുണ്ട്, അതുകൊണ്ടാ. അവളുടെ ഒരു അഹങ്കാരം. ഇതൊക്കെ കണ്ടിട്ട് എന്താ അച്ഛനൊന്നും മിണ്ടാത്തത്? അച്ഛൻ തന്നെയാ അവളുടെ ഓരോ പ്രവൃത്തികൾക്കും വളം വെച്ച് കൊടുക്കുന്നത്. അതെ, ഏതോ ഭാഗ്യത്തിന് ചെറുപ്രായത്തിൽ തന്നെ കോടീശ്വരി ആയെന്ന് വെച്ച് ഇത്ര അഹങ്കാരം പാടില്ല. എന്തായാലും പെണ്ണല്ലേ ഇനം, എല്ലാം കല്യാണം കഴിഞ്ഞതോടെ നിന്നോളും. ഇതുകൊണ്ടൊക്കെ തന്നെയാ നിങ്ങളുടെ ഉദ്ദേശം മനസ്സിലാക്കി മക്കൾക്ക് വേറെ ആലോചന നോക്കാൻ അവള് മുഖത്ത് നോക്കി പറഞ്ഞിട്ട് പോയത്. എന്റെ മക്കളെ, നിങ്ങൾ എന്നാ ഒന്ന് നേരെയാവുന്നത്? അച്ഛനെന്താ പറയുന്നത്? ആൺ പിറന്ന മൂന്നെണ്ണം ഇവിടെ ഉള്ളപ്പോ അവരോട് കാണിക്കാത്ത പരിഗണന അച്ഛൻ എന്തിനാ അവൾക്ക് കൊടുക്കുന്നത്? അവളേക്കാ അവർക്കാ അച്ഛൻ പ്രാധാന്യം കൊടുക്കേണ്ടത്. അതോ ഇനി ഏകമകന്റെ മകളായത് കൊണ്ടാണോ? എനിക്ക് ആരോടും വേർതിരിവൊന്നുമില്ല. അവൾക്ക് ബിസിനസ് ഓപ്പൺ ചെയ്യാൻ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത അന്ന് തന്നെ 3 പേർക്കും സെയിം എമൗണ്ട് കൊടുത്തതാണല്ലോ. ബട്ട് അവർക്ക് ബിസിനസ് വളർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. പ്രായം കൊണ്ട് ഇളയതാണെങ്കിലും അവരുടെ മുകളിൽ നിൽക്കാൻ അവൾക്ക് കഴിഞ്ഞു. അതിന് നിങ്ങൾ അസൂയപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. അച്ഛനും അമ്മയും ഇല്ലാത്ത അവൾക്ക് അമ്മമാരാവേണ്ട നിങ്ങൾ തന്നെ ഇങ്ങനെ തുടങ്ങിയ കുറച്ച് കഷ്ടമാ. ഹോയ് ദയാ മേഡം. ഹാ, വന്നല്ലോ തല. ഉടലും വാലും എവിടെ? ഇവിടെ ഉണ്ടേ. ഡൈനിങ്ങിൽ കണ്ടില്ലല്ലോ, എവിടെ പോയതാ? ഞങ്ങൾ നിന്നെ വളക്കാനുള്ള പ്ലാൻ ഉണ്ടാക്കുകയായിരുന്നു. ആഹാ, എന്നിട്ട് ഉണ്ടായോ? അതിന് ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞു പെങ്ങളെ വളച്ചിട്ട് കെട്ടാനൊന്നും പ്ലാൻ ഇല്ലല്ലോ. അത് നമ്മുടെ മമ്മീസിന് അതൊന്നും പറഞ്ഞ തലക്കകത്ത് കേറില്ലല്ലോ. അവർക്ക് പണ്ടേ വെളിവൽപ്പം കുറവാ, കാര്യാക്കണ്ട. അതൊക്കെ സമ്മതിച്ചു. ബട്ട് എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം. ഇനിയും സിംഗിൾ ആവാണ്ട് ഒന്ന് മിംഗിൾ ആവടോ, എന്നാലേ ഇവിടുത്തെ തിരയടങ്ങും. എത്ര ചുള്ളൻ ചെക്കന്മാരെ കൊണ്ട് കാണിച്ചു, ഒരെണ്ണത്തിന് ബോധിച്ചോ? ഹേ, നിന്റെ ഹോട്ട്നെസ് കണ്ട് പുലകെ കൂടി അത്രയും എണ്ണത്തിനെ വിരട്ടി ഓടിക്കുകയും ചെയ്തു. ഇനി എന്ത് ചെയ്യാനാ? തൽക്കാലം നിങ്ങൾ ഒന്നും ചെയ്യണ്ട. ചേട്ടന്മാര് കമ്പനി വളർത്തി എന്നേക്കാൾ മുകളിൽ എത്തിച്ചാൽ മാത്രം മതി. എന്നാ തന്നെ ആന്റീസ് എന്റെ പുറകെന്ന് മാറിക്കോളൂ. ശ്രമിക്കുന്നുണ്ടല്ലോ. നീ നോക്കിക്കോ, വിത്തിൻ 1 year നീ പറഞ്ഞ പ്രോഫിറ്റ് നമ്മുടെ കമ്പനി ഉണ്ടാക്കും. ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം, ഇല്ലേൽ എന്റെ ഷെയർസ് ഞാനങ്ങ് പിൻവലിക്കും. ബിസിനസ്സിൽ ഞാൻ റിലേഷൻ നോക്കാറില്ലെന്ന് ചേട്ടന്മാർ ഓർത്താ നല്ലത്. അതുകൊണ്ട് നൈറ്റ് പാർട്ടീസ് കുറച്ചൊന്ന് കുറയ്ക്കും. ഓക്കെ മാഡം ബോസ്. May I come in, madam? You are late. വിളിക്കുമ്പോഴേക്ക് ഓടി വരാൻ ഞാൻ വെറുതെ ഇരിക്കുകയല്ല. എനിക്ക് എന്റേതായ തിരക്കുകളുണ്ട്. അതുകൊണ്ട് ഐ ആം യുവർ ബോസ്. ഞാൻ ഏത് പാതിരാത്രി വിളിച്ചാലും വരേണ്ട ബാധ്യത നിനക്കുണ്ട്. വന്നല്ലോ, ഇനി കാര്യം പറ.
നാളെയാണ് ഇവന്റ്, സോ യു ഷുഡ് കം ഓൺ ടൈം. ലേറ്റ് ആവുന്നത് എനിക്ക് ഇഷ്ടമല്ല, സോ ബി ഓൺ ടൈം. ലേറ്റ് ആവില്ല എന്ന് ഉറപ്പ് പറയാൻ എനിക്ക് കഴിയില്ല. ഐ ട്രൈ. ഇവന്റ് തീരുന്നതിന് മുമ്പ് ഞാനങ്ങ് വന്നോളാം. ഓവർ സ്മാർട്ട് ആവാൻ നോക്കല്ലേ. ഇറ്റ്സ് എ ബിഗ് ഇവന്റ്. നമ്മുടെ കമ്പനിയെ റെപ്രസെന്റ് ചെയ്യുന്ന മെയിൽ മോഡൽ അത് നീയാ, സോ നീ ഇല്ലാതെ പറ്റില്ല. ആലോചിക്കാന്ന് പറഞ്ഞില്ലേ? വാട്ട് ഡോ? ദയാ, പറഞ്ഞല്ലോ, ഞാൻ ലേറ്റ് ആയാലും നീ ടൈമിന് ഉണ്ടാവുമല്ലോ, സോ മാനേജ് ചെയ്തേക്ക്. വാട്ട് ഡോ? ഇതിപ്പോ ഞാനല്ലേ ബോസ്, ഇവൻ എന്തിനാ എന്നോട് ഓർഡർ ചെയ്യുന്നേ? വെൽക്കം ടു മെഗാ ഫാഷൻ ഇവന്റ്. Today is the biggest day for all the people related to fashion industry. So I welcome all the respected ones to the grand event. ദയാ, എന്തുറ്റിടാ? യുവ വന്നില്ലേ? ടൈമിന് എത്തണമെന്ന് ഞാൻ അവനോട് പ്രത്യേകം പറഞ്ഞതാ. ദേ നോക്ക്, 50 മിനിറ്റ്സ്. അത്ര മാത്രമേ ഇനി നമ്മുടെ കയ്യിലുള്ളൂ. ഇതങ്ങാനും കുളമായ അതിൽ കിളിയും. ആവശ്യം വരില്ല. ദേ അവനെത്തി. Dane, I'm sorry. It's okay da. Come, let's ready fast. ഇനി ശ്വാസം നേരെ വിട്ടോ. അവൻ കയറി. മുഖത്തെന്തോ ഒരു സങ്കടമുള്ള പോലെ. ഞാൻ ശ്രദ്ധിച്ചില്ലടാ. അവൻ വരട്ടെ, ചോദിക്കാം. നോ നോ, അത് വേണ്ട. എന്റെ സെലക്ഷൻ ഒരിക്കലും മോശമാവില്ല എന്ന് ഒരിക്കൽ കൂടെ ഞാൻ തെളിയിച്ചില്ലേ? കലക്കിടാ, അടിപൊളി, ഗുഡ് ഗൈ, താങ്ക് യു. എന്റെ അമ്മേ, എന്തത്? ആദ്യം പോകുമോ? ചെലവുണ്ട് മോളെ, നീ നോക്കിക്കോ. ഇത്തവണയും ഇത് നമ്മൾ തന്നെ കൊണ്ടുപോകും. And the winner of the event is Daya Madhav from Days.
here, male is Yuva Krishna from Dev. നിങ്ങളെന്താ ഞെട്ടാത്തേ? എന്തിനാ ഞെട്ടുന്നേ? കഴിഞ്ഞ 3-4 കൊല്ലായിട്ട് തേസ് തന്നെയാ നമ്പർ 1. അതിനെ താഴെ ഇടാൻ എന്തെല്ലാം കളികൾ കളിച്ചു. നോ യൂസ്. അതുകൊണ്ട് നന്നായിട്ട് കൈയടിച്ചോ. ഷീ ഡിസേർവ്സ് മച്ച് മോർ. സച്ച് എ ബ്രില്യന്റ് കിഡ്. ഈ ഇവന്റിന്റെ പരമോന്നത ബഹുമതിയാണ് വിന്നർ ഓഫ് ദ ഇവന്റ്. സോ ഹൗ ഡു യു ഫീൽ മാം? അർഹതയുള്ളവർക്ക് അംഗീകാരം ലഭിക്കുമെന്നാണ് എൻ്റെ ഗ്രാൻഡ്പ എന്നോട് പറയാറുള്ളത്. ലൈക്ക് ദാറ്റ് ഐ ന്യൂ ഐ ഡിസേർവ് ദിസ്. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ ദിസ് അവാർഡ്. ഷിറ്റ്, നാശം. ഡേൻ, ഒന്നാള് നിന്നെ. ഡാഡ്, നീയാണ് ആ പുതിയ പയ്യനെ അവൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തതെന്നാണല്ലോ അറിഞ്ഞത്. അതെ, അതുകൊണ്ടെന്താ? സ്വന്തമായൊരു കമ്പനി ഉള്ളപ്പോൾ ഇങ്ങനത്തെ മോഡൽസിനെ അവർക്ക് കൊടുക്കാതെ അങ്ങോട്ട് അയച്ചലെന്താ നിനക്ക്? എങ്കിൽ ഒരു മെയിൻ അവാർഡെങ്കിലും നമ്മുടെ ഷെൽഫിലിരുന്നേനെ. ഡാഡ്, യുവിയുടെ മാത്രം എടുക്കൊണ്ടല്ല അവൻ മോഡൽ ഓഫ് ദ ഇയർ ആയത്. അതിലെ ഹാഫ് എഫേർട്ട് എടുത്തത് ദയയാ. നിങ്ങൾ ഇനി എത്ര തലകുത്തി മറിഞ്ഞാലും അവളുടെ 7 അയലത്ത് എത്താൻ കഴിയില്ല. ദയക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവൾ എൻ്റെ ബെസ്റ്റ് ആയതുകൊണ്ട് മാത്രം. ഞാനല്ലാതെ മറ്റൊരാൾ അവൾക്ക് ഹെൽപ്പിനില്ല. പിന്നെ എനിക്ക് ഈ ബിസിനസ്സിനോട് താല്പര്യമില്ലെന്ന് ഡാഡി നന്നായിട്ട് അറിയില്ലേ. സോ എന്നെ അതിലേക്ക് വലിച്ചിടാനുള്ള ശ്രമം ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. എടാ, അതല്ല നീ ഞാൻ പറയുന്നൊന്ന്. ഡാഡ് എന്നെ ഹോസ്പിറ്റലിൽ ഏൽപ്പിച്ചു. ഞാനത് കൃത്യമായി ചെയ്യുന്നുണ്ട്. സോ എന്നെ എൻ്റെ വഴിക്ക് വിട്ടേക്ക്. യുവിയെ കാണുന്നില്ല. ഐ തിങ്ക് ഹി ലെഫ്റ്റ്. ഹലോ ഡെയിൻ. വാട്ട്? ഞാനിപ്പോ വരാം. നീ എന്തിനാടാ ഓടിപ്പിടിച്ച് വന്നത്? ഐ എം പെർഫെക്റ്റ്ലി ഓൾറൈറ്റ്. BP ഒന്ന് ഡൗൺ ആയി. ഇവർക്ക് ഇവരുടെ എക്യുപ്മെന്റ്സ് വർക്ക് ചെയ്യിപ്പിക്കാൻ എന്നെ എവിടെ കിടത്തിയെന്ന് മാത്രം. നീ വിഷമിക്കാതെടാ. ഇന്ന് തന്നെ പോവാനും പറഞ്ഞിട്ടുണ്ട് അല്ലേ ഡീൻ? ഗ്രാൻഡ് ഫിറ്റ് അല്ലേ, നീ ടെൻഷൻ ആവണ്ട. ഇത് ജസ്റ്റ് ചെക്കപ്പ് ആയിട്ട് കണ്ടാ മതി. നീ പോയിക്കോ, ഞാനില്ലേ ഇവിടെ. എല്ലാം നീ ഒറ്റയെടുത്തും കാരണം. അന്നേ ഞാൻ പറഞ്ഞതാ, എല്ലാം വിറ്റ് പൊറുക്കിട്ടായാലും അമ്മയെ ചികിത്സിക്കാൻ. അതങ്ങനെ തന്തേ പോലെ സ്വത്തില് തന്നെയല്ലേ നിനക്കും കണ്ണ്. ആരെ കൊന്നിട്ടായാലും ക്യാഷ് നീ അടച്ചോണം. ഇനിയൊരു ചില്ലി കാശ് ഞാനിവിടെ ചെലവാക്കില്ല. സൈലൻസ്. ഇതൊരു ഹോസ്പിറ്റലാണ്, കാൽസന്ധയല്ല ഇങ്ങനെ കിടന്ന് ഒച്ച ഉണ്ടാക്കാൻ. ഡോക്ടർ, പ്ലീസ് ഡു സംതിങ്. എനിക്ക് വേറെ ആരുമില്ല. ക്യാഷ് എത്രയായാലും ഞാൻ അടച്ചോളാം. പ്ലീസ് ഡോക്ടർ, ഹെൽപ്പ് മീ. എവിടെ നിന്നെടുത്ത് അടക്കൂന്നാ?
എല്ലാം നശിപ്പിച്ചിട്ടല്ലേ നിന്റെ തന്തയും തള്ളയും ചത്തത്. ബാക്കിയുള്ളത് നിന്നെ പഠിപ്പിക്കാനെന്ന് പറഞ്ഞ് അമ്മയും കളഞ്ഞു കുളിച്ചു. യുവ, യുവ, എന്തു പറ്റി? നീ എന്താ ഇവിടെ? ദയ, എന്റെ മുത്തശ്ശിക്ക് ഏയ്, ഇറ്റ്സ് ഓക്കേ, ഇറ്റ്സ് ഓക്കേ. ഞാനുണ്ട് കൂടെ. കൂൾ ഡൗൺ, കാം ഡൗൺ. മുത്തശ്ശിക്ക് ഒന്നും വരില്ല. കാം ഡൗൺ. ഇല്ല ദയ, ഇറ്റ്സ് ടു ലേറ്റ്. എല്ലാം ഞാൻ കാരണം. കുറച്ചുകൂടെ നേരത്തെ എനിക്ക് ഇത്തിരി പൈസ കൂടെ ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ മുത്തശ്ശി ചിലപ്പോ എനിക്ക് വേറെ ആരും ഇല്ല ദയ. മുത്തശ്ശി വാട്ട് ഈസ് ദ കറന്റ് സിറ്റുവേഷൻ? സർജറി മാത്രമേ വഴിയുള്ളൂ. ഒരു മേജർ സർജറി. ഡു ദാറ്റ്. പണമൊക്കെ നമുക്ക് സെറ്റിൽ ആക്കാം. ഓക്കെ, ഞാൻ ഡോക്ടറോട് സംസാരിക്കട്ടെ. യുവ, കം. സർജറി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വാട്ട്? ബട്ട് പണത്തിന്റെ കാര്യം ഓർത്താണെങ്കിൽ ടെൻഷൻ ഒന്നും വേണ്ട. ഇത് എന്റെ ഗ്രാൻഡ് പേയുടെ ഹോസ്പിറ്റലാണ്. ബില്ലെല്ലാം സെറ്റിൽ ചെയ്തിട്ടുണ്ട്. അത് ദയ, ഞാൻ കടമായിട്ട് കണ്ടാൽ മതിയെന്നേ, വെറുതെ വേണ്ട. അന്നത്തെ പോലെ ഡേയ്സിന് വേണ്ടി മോഡലിംഗ് ചെയ്യും. വിത്തിൻ 1 year നിനക്കിതിന്റെ ഇരട്ടി ഏൺ ചെയ്യാം. ട്രസ്റ്റ് മീ. സർജറി സക്സസ് ആണ്. 48 hours കഴിഞ്ഞാൽ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. എന്നിട്ട് പേഷ്യൻറ്റിനെ കണ്ടാൽ മതി. താങ്ക് യു ഡോക്ടർ. താങ്ക് യു ദയ. ഏതാടാ ഇവള്? ഇത്ര വലിയ എമൗണ്ട് നിനക്ക് വേണ്ടി ചെലവാക്കണമെങ്കിൽ ചില്ലറ ബന്ധമൊന്നും അല്ലല്ലോ രണ്ടും തമ്മി. നല്ല കാശുള്ള വീട്ടിലെ കുട്ടിയാണല്ലേ. തള്ളയുടെ ഗുണം കുറച്ചെങ്കിലും നീയും കാണിക്കാണ്ടിരിക്കില്ലല്ലോ. ഒഷ്ടിക്ക് വകയില്ലാത്ത നിന്റെ തള്ള എന്റെ ഏട്ടനെ മയക്കിയെടുത്ത പോലെ എന്തെങ്കിലും വിദ്യ നീയും പ്രയോഗിച്ചിട്ടുണ്ടാവും. മിണ്ടി പോകരുത്. മുത്തശ്ശി ഓർത്താ ഞാൻ ഇത്ര നാളും മിണ്ടാതിരുന്നത്. ഡോക്ടർ പറഞ്ഞത് കേട്ടപ്പോ നിങ്ങൾ കാരണമാണ് മുത്തശ്ശിക്ക് ഇങ്ങനെ വന്നെന്ന് എനിക്ക് ബോധ്യമായി. ഇനി എന്തെങ്കിലും ബന്ധം പറഞ്ഞ് എന്നെയോ മുത്തശ്ശിയെ കാണാൻ നിങ്ങൾ വന്നോ കൊന്നു കളയും നിങ്ങളെ ഞാൻ. നീ എന്നെ അടിച്ചല്ലേ? ഞാൻ പറഞ്ഞതാണോ പ്രശ്നം? നീയും നിന്റെ തള്ളേ. ഇവിടെ കിടന്ന് ഒച്ച വെക്കരുതെന്നല്ലേ പറഞ്ഞേ? സോ ബി ക്വൈറ്റ്. ഇനി പറ്റില്ല എന്നാണെങ്കിൽ ഗെറ്റ് ലോസ്റ്റ്. ഏതാണ് അഹങ്കാരി? പ്രകടനം കണ്ട ഹോസ്പിറ്റലിൽ അവളുടെ തന്തയുടെ ഭാഗ്യാണെന്ന് തോന്നുമല്ലോ. തന്തയുടെ വകയല്ല, അവളുടെ സ്വന്തം വകയാ. മിണ്ടാതെ പോയാ മാഡത്തിന്റെ തടി കേടാവാതെ കിട്ടും. ഇല്ലെങ്കിൽ ശിഷ്ടകാല മഴ എന്നാലുള്ള വകുപ്പുണ്ടാക്കാനും അവൾക്ക് ഒരു മടിയും ഉണ്ടാവില്ല, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. താങ്ക് ഗോഡ്, അറ്റ് ലാസ്റ്റ് നിനക്ക് നല്ല ബുദ്ധി തോന്നിയല്ലോ. ആട്ടെ, ആരാ കക്ഷി? ഏത് കമ്പനിയുടെ എംബറവാ? അതോ ഇനി ഏതെങ്കിലും ഹോട്ട് ഷോട്ട് ആണോ? ലൈക്ക് ഐഡൽ, ആക്ടർ? ഇതിലാരും അല്ല.
ജസ്റ്റ് കോർണർ. വാട്ട്? നിന്റെ നിലയും വിലയും വെച്ച് അങ്ങനെ ഒരാളെ സെലക്ട് ചെയ്യേണ്ട കാര്യം എന്താ? എന്തെങ്കിലും കാണാതെ അവൾ ഒരിക്കലും ഒരു ഡിസിഷൻ എടുക്കില്ല എന്ന് നിനക്കറിയില്ലേ? ആ അതെ, പറ. ഒന്നും വിടാതെ എല്ലാം പറ, കേൾക്കട്ടെ. നത്തിങ് മച്ച്, ബട്ട് അവനെ കളങ്കമില്ലാതെ സ്നേഹിക്കാൻ അറിയാം. സ്നേഹിക്കുന്നവരെ ഏതറ്റം വരെയും പോയി സംരക്ഷിക്കാൻ അറിയാം. എന്തിന്, അവർക്ക് വേണ്ടി എന്തും സാക്രിഫൈസ് ചെയ്യാനും അറിയാം. ഒരു പക്ഷേ ഹീസ് പുവർ, ബട്ട് പണമൊഴിച്ച മറ്റെല്ലാത്തിനും അവൻ നമ്മളെക്കാൾ സമ്പന്നനാ. എനിക്ക് അത് തന്നെയാ വേണ്ടത്. എൻ്റെ അടുത്തുനിന്ന് ഒന്നും എക്സ്പെക്ട് ചെയ്യാതെ എന്നെ ഞാനായിട്ട് സ്നേഹിക്കുന്ന ഒരാളെ. ഐ തിങ്ക് ഹീസ് ദ വൺ ഫോർ മീ. എന്നിട്ട് നീ അവനോട് കാര്യം പറഞ്ഞു? നോ, നോട്ട് അണ്ടിൽ നൗ. നീ എന്താടാ ഒന്നും മിണ്ടാത്തെ? നിനക്ക് ഇക്കാര്യം നേരത്തെ അറിയാമോ? നിങ്ങളോട് പറയുന്നതിന് 2 hours മുമ്പാ എന്നോട് ഇത് പറയുന്നത്. അവനെ കാണുന്ന മാത്രം ഹിറ്റ്ലർ ആവുന്ന ഇവൾക്ക് അവന് നേരെ ഒന്ന് നോക്കാൻ ടൈം എവിടുന്ന് കിട്ടിയെന്നാ എന്റെ സംശയം. ഇവളുടെ സ്വഭാവത്തിന് വല്ല കാണ്ടാമൃഗത്തിനെ പിടിച്ച് കെട്ടിക്കേണ്ടി വരുമോന്ന് വരെ ചിന്തിച്ചിരുന്നതാ ഞാൻ. അത് പോയിന്റ്. നമുക്കൊന്ന് കാണണം. എന്റെ പൊന്നോ വേണ്ട, ഹോസ്പിറ്റലിലും പേഷ്യൻസ് വെയിറ്റിംഗാ. ഞാനെന്നാ ഇറങ്ങട്ടെ. ബൈ. ഇവിടെ ആർക്കും ജോലിയൊന്നും ചെയ്യണ്ടേ? മേക്ക് ഇറ്റ് ഫാസ്റ്റ്. ഒരു 5 മിനിറ്റ് കിട്ടിയ സംസാരിക്കാൻ നിന്നോണം. സോറി മാം. ഇഡിയറ്റ്സ്. ഡെയിലി മാമിന്റെ വായന്ന് നല്ല 2 ചീത്ത കേൾക്കാഞ്ഞ അന്നത്തെ ദിവസം എന്തോ പോലെയാ. ഇപ്പൊ സമാധാനായി. ഇനി ഒരു എനർജി ഒക്കെ വന്നോളും. യുവ, come to my cabin. Yes, ma'am. എന്നെ മൈൻഡ് ചെയ്യാതെ ജോലി ചെയ്യാനാണെങ്കിൽ പിന്നെ എന്തിനാ എന്നെ ഇങ്ങോട്ട് വിളിച്ചതാവോ? എന്തിനാ വിളിച്ചെന്ന് പറഞ്ഞില്ല. നിന്നെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കാൻ എന്തേ പറ്റില്ലേ? വേറെ ജോലിയൊന്നും ഇല്ലെങ്കിൽ ഞാൻ പോയിക്കോട്ടെ, ക്ലാസ് ഉണ്ട്. ആര് പറഞ്ഞു നിനക്ക് ഇവിടെ ജോലിയില്ലാന്ന്? ഇവിടെ ഒരുപാട് പണിയുണ്ട്. എന്ത് പണി? എന്റെ ഷൂട്ട് തീർത്തല്ലോ. എനിക്കൊരു കോഫി കുടിക്കണം. അതിന് നീ എന്റെ കൂടെ വരണം. കം, ഫോളോ മീ. ഇവിടെ സ്ക്രൂ മൊത്തം ഇളകിയോ? ഇതെന്റെ ഫേവറേറ്റ് സ്പോട്ടാ. നീ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ? ഉണ്ട്, ഞാനിവിടെയാ വർക്ക് ചെയ്യുന്നേ. ഓ റിയലി? ബട്ട് ഞാൻ നിന്നെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. കാണാൻ വഴിയില്ല, ബട്ട് നീ ഡെയിലി കുടിച്ചോണ്ടിരുന്ന കോഫി ഉണ്ടാക്കിയത് ഞാനാ. ഓ, ഐ ലവ്ഡ് ഇറ്റ്. യു ഹാവ് അമേസിംഗ് സ്കിൽസ്.
It's hot. Yuva, you know one thing. ഞാനും നിന്നെ പോലെ തന്നെയാ. I don't have parents. അവരെന്റെ കുഞ്ഞിലെ മരിച്ചു. പിന്നെ എന്നെ എന്റെ ഇഷ്ടത്തിന് വളർത്തിയത് എന്റെ ഗ്രാൻഡ് പേയാ. ലൈഫ് പാർട്ട്ണറിനെ കുറിച്ച് നിന്റെ കോൺസെപ്റ്റ് എന്താണെന്ന് എനിക്കറിയില്ല. ബട്ട് ഐ ലൈക്ക് യു. അതിനിപ്പോ എന്താ? ഐ ഓൾസോ ലൈക്ക് യു. ഇത്തിരി ഏറെ ദേഷ്യം ഉണ്ടെങ്കിലും നീ ആള് നൈസാ. Then marry me. What? എന്തേ പറ്റില്ലേ? പറ്റിക്കാം, ബട്ട് മുത്തശ്ശി ഓക്കെ പറയണം. ആണോ? എന്നാ വാ. എവിടേക്ക്? മുത്തശ്ശിയെ കാണാൻ. ഇപ്പോഴോ? എനിക്ക് ഒരു കാര്യം പിന്നത്തേക്ക് മാറ്റി വെക്കുന്ന ശീലമില്ല. അതുകൊണ്ട് ഇപ്പൊ തന്നെ തീരുമാനം ഉണ്ടാക്കണം. കം. Are you sure? Yes, I am. Wow. എന്താടാ മോനെ, നീ ആ മോളെ കണ്ടുപിടിച്ചോ? ഏത് മോളാ മുത്തശ്ശി? ദേമോള് കൂടെ ഉണ്ടായിരുന്നോ? ഇവനൊരു കുട്ടിയെ കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിരുന്നു. കാണാൻ സുന്ദരിയാണെങ്കിലും മൂത്ത ഇനം അഹങ്കാരിയാണെന്നാ പറഞ്ഞത്. മുത്തശ്ശി മതി. ഓ, അതാരാണാവോ ആ ആള്? ജസ്റ്റ് ഇഗ്നോർ ഇറ്റ്. മുത്തശ്ശി വെറുതെ ഒന്നും അല്ല മോളെ. അവന്റെ ഫോണിൽ അതിന്റെ ഫോട്ടോ ഉണ്ട്. എനിക്ക് കണ്ണ് പിടിക്കാത്തതുകൊണ്ട് അതിന് മുഖം വ്യക്തമായിട്ട് കണ്ടില്ല. ഓ, ഷോമി, എന്ത്? മുത്തശ്ശി പറഞ്ഞ ആ കുട്ടിയുടെ ഫോട്ടോ കാണിക്ക്, ഞാനൊന്ന് കാണട്ടെ. അത് കാണേണ്ട കാര്യമൊന്നുമില്ല. നീ തന്നെയാ. അത് ഒരിക്കൽ കോഫി ഷോപ്പിൽ വന്നപ്പോ നിന്നെ ആദ്യമായിട്ട് കണ്ടപ്പോ ഞാൻ മുത്തശ്ശി, ഞാനൊരു കാര്യം ചോദിക്കാനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. എനിക്ക് മുത്തശ്ശിയുടെ പേരക്കുട്ടിയെ കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. എന്താ മുത്തശ്ശിയുടെ അഭിപ്രായം? മുത്തശ്ശിക്ക് എന്നെ ഇഷ്ടമായോ? ദയ, നീ തന്നെയല്ലേ മുത്തശ്ശിയോട് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞത്? എന്നിട്ട് എന്താ കഴിക്കാത്തെ? മിസ്റ്റർ യുവക്ക് തിടുക്കാണോ കല്യാണം കഴിക്കാൻ? എനിക്ക് കുറച്ച് നാള് നിന്റെ ലവറായിട്ട് ഇരിക്കാൻ ഒരു മോഹം. ലവ് ലൈഫ് കുറച്ചൊന്ന് എൻജോയ് ചെയ്തിട്ട് നമുക്ക് മാരേജ് ചെയ്യാടാ. അതൊക്കെ ബട്ട്
ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഓരോന്ന് ഞാനിങ്ങ് എടുക്കും. It's okay. Cause I'm yours and I love you. Love you too, my ultimate അഹങ്കാരി. Da?